ചെർപ്പുളശ്ശേരി നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക പദ്ധതിക്ക് രൂപം നൽകുന്നതിനായുള്ള വികസന സെമിനാർ EMS ടൗൺ ഹാളിൽ വെച്ച് നടന്നു. തരൂർ MLA PP സുമോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിനെ CPM രാഷ്ട്രീയ വേദിയാക്കിയെന്നാരോപിച്ച് UDF അംഗങ്ങളും BJP അംഗവും ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മുടെ നാട് അതിവേഗത്തിൽ മാറുന്ന സാഹചര്യമുണ്ടായി. അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ടു. എങ്ങനെയായിരിക്കണം നാടിൻ്റെ മാറ്റം? എവിടെയാണ് വെളിച്ചം വേണ്ടത്? എവിടെയാണ് കുടിവെള്ളം വേണ്ടത്? എവിടെയാണ് പോക്കറ്റ് റോഡ് വേണ്ടത്? എവിടെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്? ഇതെല്ലാം നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുമായി ബന്ധപ്പെട്ട ഗ്രാമസഭകൾക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രധാനപ്പെട്ട സാധ്യതകൾ വന്നപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമാണ് കേരളത്തിൽ. കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ആകെ 24,60,61,710 രൂപയുടെ അടങ്കൽ പദ്ധതിക്കാണ് നഗരസഭ കരട് രൂപം നൽകിയിരിക്കുന്നത്. നഗരസഭയുടെ പശ്ചാത്തല വികസനത്തിനായി റോഡുകളുടെ ടാറിംഗ്, പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചുനീക്കൽ, കച്ചേരിക്കുന്ന് പാർക്ക് നവീകരണം, ആശുപത്രി OP ബിൽഡിംഗ് നവീകരണം എന്നിവയ്ക്ക് സെമിനാറിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ സോളാർ ഫെൻസിംഗ്, തെങ്ങ് കൃഷിക്ക് വളം, പശു വളർത്തൽ തുടങ്ങി 97.5 ലക്ഷം രൂപയുടെ പുതിയ പദ്ധതികൾ നടപ്പാക്കും. വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ, മുൻ ചെയർമാൻ P രാമചന്ദ്രൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ K ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, K നന്ദകുമാർ, KK സൈതലവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. CPIM രാഷ്ട്രീയ വേദിയാക്കി എന്നാരോപിച്ച് UDF അംഗങ്ങളും BJP അംഗവും സെമിനാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. സെമിനാറിന് ഭരണപക്ഷ പാർട്ടി പ്രതിനിധികളെ മാത്രം ക്ഷണിച്ച് പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചെന്നും പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുന്ന പ്രധാന പദ്ധതികൾ പോലും കൗൺസിലർമാരെ അറിയിക്കാതെ ഏകപക്ഷീയമായാണ് ഭരണസമിതി പെരുമാറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് പറഞ്ഞു. ഈ വികസന സെമിനാറിൽ ഞങ്ങളുടെ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഇതിലേക്ക് വിളിക്കാറുണ്ട്. കാരണം ഇതെല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി മാത്രമേ നമുക്ക് ഒരു നഗരസഭയുടെ ഒരു വർഷത്തെ വാർഷിക പദ്ധതി കോടികൾ ചെലവഴിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം. അതിന് ബദലായി CPM അവരുടെ ഘടകകക്ഷികളെ മാത്രം വിളിച്ച് പാർട്ടി പരിപാടിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഞങ്ങൾ ഈ വികസന സെമിനാർ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കൗൺസിലർമാർ, ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എഴുതി കൊടുത്തു വന്നിട്ടുള്ള മെമ്പർമാർ അവരെല്ലാവരും ഈ യോഗം ബഹിഷ്കരിക്കുകയാണ്. ഇത് മാത്രമല്ല, പദ്ധതി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളോട് ഒരു അഭിപ്രായവും ചോദിച്ച് അനൗദ്യോഗികമായ യാതൊരു ചർച്ചയും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ഈ സെമിനാർ നടത്തുന്നത് പോലും ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് അറിയുന്നത്. ഉത്തരവാദപ്പെട്ട ആളുകളോട് മിനിഞ്ഞാന്ന് അടിയന്തര കൗൺസിൽ ഉണ്ടായിട്ട് പോലും അവിടെ ഒരു വാക്ക് പറയാൻ തയ്യാറാകാതെ സ്വന്തം പാർട്ടി നേതാക്കന്മാർക്ക് വിവരം കൊടുത്ത് അവരെ കൊണ്ട് ഒരു പാർട്ടി സമ്മേളനം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് ആ പേരിൽ AKG സെന്ററിൽ മതി, ടൗൺ ഹാളിൽ വേണ്ട. അങ്ങനെ നടത്തുകയാണെങ്കിൽ അതിന് ഒരു സംശയം വേണ്ട, UDFന്റെ 14 മെമ്പർമാരെയും UDFന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെയും ജനങ്ങളെയും അതിന് കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. CCN ചെർപ്പുളശ്ശേരി.